കോടികൾ വെട്ടിച്ചെന്ന പരാതിയിൽ വിശദീകരണവുമായി ചാരിറ്റി പിരിവുകാരൻ. പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശിനി റഹീന തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന് പിന്നിൽ ഗൂഢസംഘമാണെന്ന് വല്ലപ്പുഴ സ്വദേശി ഷാജഹാൻ ബാബു. റഹീനയുടെ അക്കൗണ്ടിലേക്ക് വന്ന 2 കോടിയിൽ പരം രൂപ കോടതി ഫ്രീസ് ചെയ്തിരുന്നു. കരാർ പ്രകാരം സമൂഹവിവാഹത്തിന് റഹീന തരേണ്ട തുക തരാതിരിക്കാനാണ് റഹീന കള്ളക്കഥ മെനഞ്ഞതെന്ന് ഷാജഹാൻ ബാബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവർ ഫസ്റ്റ് ഉന്നയിച്ച ആരോപണം അവർ വാങ്ങിച്ച വീടാണ്. അവർ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്ത പോലത്തെ വീട്. 20 ലക്ഷത്തിന് വാങ്ങിച്ചു എന്ന് പറയുന്ന വീട്. ആ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് പട്ടാമ്പി നിള ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സിത്താര ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണ്. ഈ പറയുന്ന വീട് 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീടാണ്. ഈ കാണുന്ന വീടാണത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലാൻഡ് പോലും 20 ലക്ഷത്തിന് വാങ്ങിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നതാണ്. ആ വീട്ടിൽ 5 ബെഡ്റൂമുകളുണ്ട്. എല്ലാവർക്കും അറിയാലോ, വലിയ വീടാണ്. ഈ വീടിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നത്. അതാണ് ഫസ്റ്റ് അലിഗേഷന്. ആ അലിഗേഷന് 65 ലക്ഷം രൂപക്ക് അവർ വാങ്ങിച്ച വീടിൻ്റെ കോപ്പിയാണത്, കരാറിൻ്റെ കോപ്പി. ഒറിജിനലും എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, സംഘടിപ്പിക്കാൻ കഴിയും. 65 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച് രജിസ്ട്രേഷൻ ചെയ്ത വീടിനെയാണ് അവരിവിടെ വന്നിട്ട് എന്താ അതിന് പറയാൻ എനിക്ക് പറയാൻ കഴിയില്ല, അത്ര പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നത്. ദരിദ്ര കുട്ടികളുടെ വിവാഹത്തിന്റെ പേരിൽ റഹീന വ്യാപക പിരിവ് നടത്തുകയും ഇതിലൂടെ 2,11,54,614 രൂപ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തിരുന്നു. ഈ തുക കോടതി ഫ്രീസിംഗ് ചെയ്തിരുന്നു. കോടതി നടപടികൾ ഒഴിവാക്കി കിട്ടാനാണ് തന്നെ സമീപിച്ചത്. 30 കുട്ടികളുടെ സമൂഹ വിവാഹത്തിന് വേണ്ട ധനസഹായം അനുവദിക്കണമെന്ന എഗ്രിമെന്റ് പ്രകാരമാണ് കോടതി കാര്യത്തിൽ ഇടപെട്ട് പണം അൺഫ്രീസാക്കി കൊടുത്തത്. ഈ തുകയിൽ നിന്ന് 65 ലക്ഷം നൽകി വീട് വാങ്ങുകയും മറ്റൊരാൾക്ക് 50 ലക്ഷം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ തുകയിൽ നിന്നാണ് റഹീന മകളുടെയും വിവാഹം നടത്തിയത്. കരാർ പ്രകാരം 30 യത്തീം കുട്ടികളുടെ കല്യാണത്തിനാണ് പണം തരേണ്ടതെങ്കിലും 17 കുട്ടികളുടെ സമൂഹ വിവാഹത്തിനാണ് റഹീന പണം നൽകിയത്. ഒരു കുട്ടിക്ക് 4 പവൻ സ്വർണം വീതം വാങ്ങിച്ചത് റഹീനയാണ്. ഇനി 13 കുട്ടികളുടെ വിവാഹത്തിന് പണം തരേണ്ട റഹീന ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും ഷാജഹാൻ ബാബു പറഞ്ഞു. അവർ പറയുന്നത് എന്താണ്, 20 ലക്ഷം രൂപയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നതിന് അവരെ എൻ്റെ അക്കൗണ്ടിൽ തരികയോ ഞാൻ അവരെ ഫണ്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിലല്ലോ എനിക്ക് തരുന്നത്. പക്ഷെ എനിക്ക് അറിയാൻ കഴിഞ്ഞൊരു സത്യമുണ്ട്. വല്ലപ്പുഴയിൽ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഇലക്ട്രോണിക്സ് ഷോപ്പ് ഉടമ ഷംനാദ് എന്ന് പറയുന്ന പയ്യൻ്റെ അക്കൗണ്ടിലോട്ട് അവർ 50 ലക്ഷം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് വളരെ സിമ്പിളാണ്. ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് റഹീന പ്രൊഡ്യൂസ് ചെയ്താൽ അതിലുണ്ടാവും നാഷണലിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ആയത്. അപ്പം അതിന് ക്ലിയർ കട്ടാ. ഇതിൽ പറയുന്നത് 30 കുട്ടികളുടെ വിവാഹത്തിന് ആവശ്യമായ കാര്യങ്ങളിലുള്ള ഫണ്ട് വിനിയോഗിച്ചതിന് ശേഷം മാത്രമേ അവർ ഈ ഫണ്ട് വിനിയോഗിക്കുള്ളൂ. അങ്ങനെ കരാർ എഴുതിയതാ. ഒറ്റപ്പാലുള്ള നോട്ടറി ലോയറെ മുന്നിൽ വെച്ച് കരാർ എഴുതിയിട്ടാണ് ഞാനിതിൽ ഇടപെടുന്നത്. സപ്പോസ് ഈ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റിയില്ല ഹൈക്കോടതിയിലത്തെ ലോയർക്ക്, അങ്ങനെ വരാമല്ലോ. അപ്പം ആരാണ് ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക? ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. ലോയർ ആരും ഫ്രീ ആയിട്ട് ചെയ്തു തരില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫ്രീസിങ് ഇത് നോർമൽ ഫ്രീസിങ് അല്ലായിരുന്നു. അത് നിങ്ങൾക്ക് ഇവിടുത്തെ ഏതാ പോലീസ് സ്റ്റേഷനോ എവിടെയാണെങ്കിലോ അന്വേഷിച്ച് വ്യക്തമാവും. ഒരു അൺഫ്രീസ് ചെയ്യണമെങ്കിൽ ഹൈക്കോടതി മറ്റേ കണ്ടീഷനില്ലാതെ റിലീസ് ചെയ്യണമെങ്കിൽ അത്രയും അന്വേഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ഫണ്ട് റിലീസ് ചെയ്യുന്നത്. ആ ഫണ്ട് വെച്ചിട്ട് ഇവരെ കരാർ പ്രകാരം 17 കുട്ടികളുടെ സമൂഹവിവാഹം നടത്തിയതിൻ്റെ ഡോക്യുമെന്റ്സ്. അത് 17 കുട്ടികളുടെ ആധാർ കാർഡ്, ഫോട്ടോ, അറ്റൻഡ് ചെയ്ത കുറേ ആളുകളെ ആധാർ കാർഡ്, കോണ്ടാക്ട് നമ്പർ എല്ലാതും എൻ്റെ അടുത്തുണ്ട്. ഇതൊന്നും വെറും ഇപ്പം ഇങ്ങോട്ട് പറയല്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് വേറെ ആരെങ്കിലും ചോദിച്ചാൽ എല്ലാ കോപ്പിയും കൊണ്ടുപോയി ഇനിയും ഉണ്ട്. 17 കുട്ടികളുടെ സെറ്റ് നിങ്ങൾക്ക് കിട്ടും. UTV ന്യൂസ്, പാലക്കാട്.